ഹായ് സ്റ്റുഡൻസ്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ക്യാഷ് ബുക്കിന് എമൗണ്ട് കോളത്തിൽ ക്യാഷ് കോളം കൂടാതെ ഒരു ബാങ്ക് കോളം കൂടി വരുവാണെങ്കിൽ അതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അതായത് എമൗണ്ട് കോളം രണ്ടുണ്ടായിരിക്കും. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളം, ഒന്ന് ക്യാഷും ഒന്ന് ബാങ്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരക്കുക എന്നുള്ളത് ആദ്യം പറയാം. ഒരു പേജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹെഡിങ് കൊടുക്കണം ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളം, അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് കൊടുക്കാം. രണ്ടായി ഡിവൈഡ് ചെയ്ത് ഈ ഭാഗം ഡെബിറ്റ് സൈഡ്, ഈ ഭാഗം ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളം ഉണ്ടായിരിക്കും, പാർട്ടിക്കുലേഴ്സ് കോളം, LF, ക്യാഷ് കോളം, ബാങ്ക് കോളം. ക്യാഷ് ട്രാൻസാക്ഷൻ ഇവിടെ റെക്കോർഡ് ചെയ്യും, ബാങ്ക് ട്രാൻസാക്ഷൻ ഇവിടെ റെക്കോർഡ് ചെയ്യും. ദെൻ ഇതേപോലെ തന്നെയാണ് റൈറ്റ് സൈഡിന് വരുന്നത്. ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, LF, ക്യാഷ്, ബാങ്ക്. ഇത് റെസീറ്റ് സൈഡാണ്. ഡെബിറ്റ് സൈഡ് റെസീറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡും ആണ്. നമുക്ക് പോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അത് എക്സിസ്റ്റിംഗ് ബിസിനസ് ആണ്, അതുകൊണ്ടാണ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുള്ളത്. 2014 ജൂൺ 1 ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് 2014 ജൂൺ 1. സാധാരണ ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ കയ്യിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ ബാലൻസ് ഉള്ളത് വെച്ചിട്ട് ബിസിനസ് ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുള്ളത് ക്യാഷ് ഇൻ ഹാൻഡ് 19,000ഉം ക്യാഷ് അറ്റ് ബാങ്ക് 43,000ഉം ആണ്. അപ്പോൾ നമ്മളത് ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ക്യാഷ്. അപ്പോൾ ക്യാഷ് കോളത്തിൽ 19,000ഉം ക്യാഷ് അറ്റ് ബാങ്ക് 43,000 ആണ്. അത് ബാങ്ക് കോളത്തിൽ 43,000ഉം ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് കയ്യിലും ബാങ്കിലുമുള്ള ബാലൻസ് ആണ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് വാങ്ങി ക്യാഷിന്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ആണ്. ഡേറ്റ് 3 ആണ്, 2014 ജൂൺ 3. ബൈ പർച്ചേസസ് എമൗണ്ട് വരുന്നത് 12,000 ആണ്. അപ്പോൾ ക്യാഷ് കോളത്തിലാണ് 12,000 ഇട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് സെയിൽസ് ആണ്. ജേണൽ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണ്. അപ്പം വരുന്നത് ടു സെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് 5 സെയിൽസ്. എമൗണ്ട് 30,000 ആണ്. ക്യാഷ് സെയിൽസ് ആയതുകൊണ്ട് ക്യാഷ് കോളത്തിൽ 30,000. ലെഡ്ജർ പോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ട്രാൻസാക്ഷൻ തന്നാൽ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കുക. അതനുസരിച്ചിട്ട് നമ്മൾ ഏത് ലെഡ്ജറാണോ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് അക്കൗണ്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിലേക്ക് ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഇതിൽ ക്രെഡിറ്റ് ചെയ്യുക, ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ലെഡ്ജറിലേക്ക് ഡെബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് 7th പെയ്ഡ് ടു സാജൻ ബൈ ചെക്ക്. സാജന് ക്യാഷ് ആയിട്ടല്ല ചെക്കായിട്ടാണ് പൈസ കൊടുത്തത്. അപ്പം ജേണൽ എൻട്രി വരിക സാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ്. അപ്പോൾ ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് കോളത്തിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ സാജൻ. ബാങ്ക് കോളത്തിൽ ഇട്ട് കൊടുക്കണം എമൗണ്ട്, കാരണം ചെക്ക് കൊടുത്തതാണ്, ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് 22,500. ദെൻ റിസീവ്ഡ് ചെക്ക് ഫ്രം രാജു ആൻഡ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്. ഇപ്പം ജേണൽ എൻട്രി വരിക ബാങ്ക് ഡെപ്റ്റർ ടു രാജു ആണ്. ഇത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ 2 ജേണൽ എൻട്രി ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ കമ്പൈൻ ചെയ്യുമ്പം ബാങ്ക് ഡെപ്റ്റർ ടു രാജു എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിൽ ടു രാജു, ബാങ്കിൽ 31,000, ബാങ്ക് കോളത്തിലാണ് 31,000 ഇട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 13th ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജേണൽ എൻട്രി
ബാങ്ക് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. അതായത് ബാങ്കും ക്യാഷും ഈ ജേണൽ എൻട്രിയിൽ വരുന്നുണ്ട്. അപ്പം ബാങ്ക് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സൈഡിലും പോസ്റ്റ് ചെയ്യണം. കാരണം ക്യാഷ് ട്രാൻസാക്ഷനും ബാങ്ക് ട്രാൻസാക്ഷനും ഉണ്ട്. ബാങ്ക് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടു ക്യാഷ് എന്ന് ഇട്ടിട്ട് 13th ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കോളത്തിൽ 15,000 ഇട്ട് കൊടുക്കുക. ഇവിടെ ബൈ ബാങ്ക് എന്നിട്ടിട്ട് 13th ഡേറ്റ് 13 ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിൽ 15,000 ഇട്ട് കൊടുക്കുക. കാരണം ഒരു ട്രാൻസാക്ഷൻ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരുപോലെ വരുവാണെങ്കിൽ അതിനെ കോൺട്രാ എൻട്രി എന്നാ പറയാം. അപ്പോൾ അത് നമ്മൾ കോൺട്രാ എൻട്രി ആണെന്ന് മനസ്സിലാക്കാൻ ഈ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ ഒരു സി ഇട്ട് കൊടുക്കണം. കോൺട്രാ എൻട്രി ആണെന്ന് മനസ്സിലാക്കാം. അതായത് രണ്ട് സൈഡിലും ഒരു ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ നമ്മളിത് ബാങ്ക് അക്കൗണ്ട് പോലെ അസ്യൂം ചെയ്തിട്ട് ടു ക്യാഷ് കൂടി ഇട്ട് കൊടുത്തു. എമൗണ്ട് ബാങ്ക് കോളത്തിലിട്ടു. അപ്പം ബാങ്കും പോസ്റ്റ് ചെയ്യണം. ക്യാഷ് ബുക്കാണെന്ന് അസ്യൂം ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് ഇട്ട് കൊടുത്തു. ക്യാഷ് കോളത്തിൽ എമൗണ്ട് ഇട്ട് കൊടുത്തു. ദെൻ പർച്ചേസ്ഡ് സ്റ്റേഷനറി 16th ജേണൽ എൻട്രി സ്റ്റേഷനറി ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. സ്റ്റേഷനറിയാണ് വാങ്ങിയത്. അപ്പോൾ സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഡേറ്റ് 16th. ക്യാഷ് കോളത്തിൽ 1,500. നെക്സ്റ്റ് റിസീവ്ഡ് കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജേണൽ എൻട്രി ക്യാഷ് ആണ് കിട്ടിയത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. അപ്പോൾ ഇവിടെ ടു കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 19th ടു കമ്മീഷൻ. എമൗണ്ട് 3,500 ക്യാഷ് കോളത്തിൽ. അത് കോളം ശ്രദ്ധിക്കണം. ദെൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ബിസിനസ് പർപ്പസിനായിരിക്കും ക്യാഷ് ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ജേണൽ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ്. വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ് ജേണൽ എൻട്രി വരിക. അപ്പോൾ ഇത് ക്യാഷ് ബുക്കാണെന്ന് അസ്യൂം ചെയ്തിട്ട് ടു ബാങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യുക. ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിൽ 7,500. അതേപോലെ 21st ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കോളത്തിൽ 7,500. ഇവിടെ വരുന്ന ജേണൽ എൻട്രി ശ്രദ്ധിച്ചാൽ മതി. ക്യാഷ് ഫ്രം ബാങ്ക് വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ്. ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. ക്യാഷും ബാങ്കും ഇവിടെ വരുന്നത് കൊണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിൽ ഇട്ട് കൊടുത്തു. കോൺട്രാ എൻട്രി ആണ്. രണ്ട് സൈഡിലും ഒരുപോലെ വരുന്നുണ്ട് ഒരു ട്രാൻസാക്ഷൻ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 7,000 ക്യാഷ് കോളത്തിലിട്ടു. ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കോളത്തിൽ 7,500 ഇട്ട് കൊടുത്തു. ദെൻ പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക്. റെൻറ്റ് പേ ചെയ്തു, പേയ്മെൻ്റ് ആണ്. അപ്പം ബൈ റെൻറ്റ് 23 ഡേറ്റ് 23 റെൻറ്റ് ബാങ്ക് കോളത്തിൽ ചെക്കായിട്ടാണ് കൊടുത്തത്. ബാങ്ക് കോളത്തിൽ 4,500. ദെൻ ഡ്യൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഡൊമസ്റ്റിക് യൂസ്. ഡൊമസ്റ്റിക് യൂസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താൽ ജേണൽ എൻട്രി ഡ്രോയിങ്സ് ഡെപ്റ്റർ ടു ബാങ്ക് ആണ് വരിക. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് യൂസ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഡ്രോയിങ്സ് വരുന്നത്. അല്ലെങ്കിൽ ക്യാഷ് വരും അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ 25th ഡ്രോയിങ്സ് ഡെപ്റ്റർ ടു ബാങ്ക് ആയതുകൊണ്ട് ബൈ ഡ്രോയിങ്സ്. amount 6,000. നമ്മളിത് ഈ അക്കൗണ്ട് ചെയ്യുമ്പം ഇത് ക്യാഷ് ബുക്കും ബാങ്ക് അക്കൗണ്ട് ക്യാഷ് ബുക്കും അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ആയിട്ട് കരുതിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ, സോൾവ് ചെയ്യാൻ. ഞാൻ റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് 27th ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ജേണൽ എൻട്രി. ബൈ 27th ടു സെയിൽസ് 24,000 ക്യാഷ് ആണ് 24,000. നെക്സ്റ്റ് വിഡ്രൂ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് യൂസ്. ക്യാഷ് ആണ് വിഡ്രൂ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ആണ്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തത് കൊണ്ടാണ് ഡ്രോയിങ്സ് ബാങ്ക് കോളത്തിലേക്ക് പോസ്റ്റ് ചെയ്തത്. ഇത്
വിഡ്രൂ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് യൂസ് എന്നാണ് പറഞ്ഞത്. അത് ക്യാഷാണ് പിൻവലിച്ചത്, ബാങ്കിൽ നിന്നല്ല ബിസിനസ്സിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് ആയിരിക്കും വരിക. ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് വരുള്ളൂ, അല്ലെങ്കിൽ ക്യാഷാണ് വരിക. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ജേർണൽ എൻട്രി. ക്യാഷ് കോളത്തിൽ 3000 ഇട്ട് കൊടുക്കുക. ദെൻ ഇഷ്യൂ എ ചെക്ക് ടു രമേശ്. രമേശിന് ചെക്ക് ഇഷ്യൂ ചെയ്തു. ജേർണൽ എൻട്രി രമേശ് ഡെബിറ്റർ ടു ബാങ്ക് 29th ബൈ രമേശ്. ബാങ്ക് കോളത്തിൽ 10,000. ദെൻ ബാങ്ക് ചാർജസ് ഡെബിറ്റർ ടു ബാങ്ക് ജേർണൽ എൻട്രി. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ബാങ്ക് വരുന്നതൊക്കെ ബാങ്ക് കോളത്തിലും ക്യാഷ് വരുന്നത് ക്യാഷ് കോളത്തിലും പോസ്റ്റ് ചെയ്തു. ഇതോടെ ലെഡ്ജർ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തു. ഇനി നമ്മളിത് ടോട്ടൽ ചെയ്യാൻ വേണ്ടത്, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യണം. സാധാരണ ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യുന്നതാണ് നല്ലത്. ഓർഡിനറി കേസിൽ അങ്ങനെയായിരിക്കും, ചില കേസിൽ മാത്രമേ ഓവർ ഡ്രാഫ്റ്റ് വരുള്ളൂ. അപ്പം നമുക്കിത് ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും? 84,000. പിന്നെ അടുത്തത് ടോട്ടൽ ചെയ്താൽ 89,000. അപ്പോൾ ഈ സൈഡ് ഇത്ര കിട്ടി. ഇനി ഈ സൈഡ് നമുക്ക് ഒന്ന് റഫായിട്ട് നോക്കാം ഏത് സൈഡാണ് കൂടുതലെന്ന്. അപ്പോൾ ഇതിലാണ് കൂടുതൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ സൈഡ് ആഡ് ചെയ്തത്. ഇനി ഈ സൈഡ് നോക്കുമ്പോൾ ഈ സൈഡിൻ്റെ ടോട്ടൽ വരുന്നത് 31,500 ആണ്. 31,500 ആണ് ഇവിടെ ടോട്ടൽ വരുന്നത്. പക്ഷേ ആ ടോട്ടൽ ഇവിടെ ഇട്ട് കൊടുക്കാൻ പാടില്ല, ഇതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പം ഇവിടെ ഡിഫറൻസ് വരും. ആ ഡിഫറൻസിൻ്റെ മേലെ ഇട്ടിട്ട് ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഇടേണ്ടത്. അപ്പോൾ 31,500 ഈ സൈഡ് ടോട്ടൽ, ഈ കോളം ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതും ഈ 84,000ഉം 31,500 തമ്മിൽ ഡിഫറൻസ് എത്രയാണ് നോക്കുക. അത് വരുന്നത് 52,500 ആണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പം ബാലൻസ് ക്യാരിഡ് ഓൺ, എന്ന് പറഞ്ഞിട്ട് 52,500 ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത കോളത്തിലും എത്രയാണ് ഡിഫറൻസ് വരുന്നത് നോക്കുക. ഇവിടെ 89,000 കിട്ടിയത്, അവരുടെ ടോട്ടൽ വരുന്നത് 51,000 ആണ്. അപ്പോൾ 51,000 ആകുമ്പം 38,000 ആണ് ഡിഫറൻസ് വരിക. അപ്പം ഇവിടെ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് 38,000 ഇട്ട് കൊടുക്കും. 89,000 ആണ് ടോട്ടൽ. അതിനുശേഷം ബാലൻസ് ബ്രോട്ട് ഡൗൺ നെക്സ്റ്റ് ഡേറ്റിന് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് ഇട്ട് കൊടുക്കുക 52,500. then 38,000.